ഹലോ, നമുക്ക് നമ്മുടെ അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 76ാമത്തെ പാർട്ടാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ദത്തൻ ഫോൺ കട്ട് ചെയ്ത് അടുക്കളയിലേക്ക് വരുമ്പോൾ അവൾ പാത്രം കഴുകിയായിരുന്നു. ദത്തൻ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അവളുടെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു. പ്രതീക്ഷിക്കാതെ ഇരുന്നതിനാൽ വർണ്ണയുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് സിങ്കിലേക്ക് വീണു. എന്ത് പണിയതാ നീ കാണിച്ചേ? തല ചിരിച്ചു വർണ്ണ അവനെ നോക്കി പേടിപ്പിച്ചു. ശേഷം പ്ലേറ്റ് എടുത്ത് കഴുകാൻ തുടങ്ങി. ദത്തനാണെങ്കിൽ അവൻ്റെ പിൻകഴുത്തിലൂടെ മുഖം മുരസാൻ തുടങ്ങി. ഒപ്പം അവൻ്റെ കൈകൾ വർണ്ണയുടെ മേൽ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു. ദേ ദത്ത, ഒതുങ്ങിയിരുന്നു, അല്ലെങ്കിൽ ചട്ടകം കൊണ്ട് അടി കിട്ടൂട്ടാ. പറഞ്ഞില്ല എന്ന് വേണ്ട. അത് കേട്ട് ദത്തൻ അവൾ കഴുകിക്കൊണ്ടിരുന്ന ചട്ടകം വാങ്ങി മാറ്റിവെച്ചു. ശേഷം പൈപ്പ് തുറന്ന് അവളുടെ കൈ കഴുകിവെച്ച ശേഷം തനിക്ക് നേരെ തിരിച്ചു നിർത്തി. എന്താ ദത്ത നിനക്ക് പറ്റിയേ? മനുഷ്യന് മാത്രം കഴുകാൻ മുഴുവൻ പറയുന്നതിന് മുമ്പേ ദത്തൻ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിനു മീതെ വെച്ചു. ശേഷം അവളെ ഉയർത്തി കൗണ്ടർ ടോപ്പിലേക്ക് ഇരുത്തി അവളുടെ കാലുകൾ തന്നെ പിന്നിലേക്ക് പിണച്ചു വെച്ചു. ദത്ത, അവനൊന്ന് മൂളി. ഒപ്പം അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തിരുന്നു. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പെണ്ണിലേക്ക് നീങ്ങി. ദത്തൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ച് അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. വർണ്ണയുടെ കൈകൾ അവൻ്റെ പിൻകഴുത്തിൽ മുറുകെ പിടിച്ചപ്പോൾ ദത്തൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലും മുറുകിയിരുന്നു. ദത്തൻ അവളുടെ മേൽചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും മാറി മാറി നുകർന്നു. അവരുടെ ഉമിനീർ തമ്മിൽ കലർന്നു. അവസാനം ഒരു കിതപ്പോടെ അവൻ അവളെ സ്വതന്ത്രയാക്കി. രണ്ടുപേരും ശ്വാസം കിട്ടാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ദത്ത, വർണ്ണ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ച് വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. ശേഷം അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് അവിടെ കുസൃതിയോടെ കടിച്ചു. നിന്നെ ഞാൻ ദത്തൻ ഇറങ്ങി ഓടാൻ നിന്ന് പറഞ്ഞ് ഇരു കൈകൾ കൊണ്ട് ലോക്ക് ചെയ്തു. വർണ്ണ ഒന്ന് പിടപ്പോടെ അവനെ നോക്കി. അവൻ്റെ കണ്ണിലെ പ്രണയം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ അടച്ചിരുന്നു. അവളുടെ നെറ്റിയിൽ രൂപം കൊണ്ട വിയർപ്പ് ദത്തനിൽ ഒരു പുഞ്ചിരി നിറച്ചു. അവൻ അവളുടെ നെറ്റിയിൽ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടതും വർണ്ണ ഒന്ന് വിറച്ചു. അവൻ്റെ വിരൽ അവളുടെ നാസിക വഴി ചുണ്ടിലും അവിടെ നിന്ന് കഴുത്തിലേക്കും അവസാനം നെഞ്ചിലൂടെ അവളുടെ അണിവയറിലും വന്നു നിന്നു. വർണ്ണ ഒരു പിടപ്പോടെ കണ്ണു തുറന്നതും ദത്തൻ്റെ കൈകൾ ഒരു കള്ളച്ചിരിയോടെ അവളുടെ ഷർട്ടിനിടയിലൂടെ അരഞ്ഞണത്തിലെത്തിയിരുന്നു. ഇത് നീ അഴിച്ചു മാറ്റിയില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. അവളില്ല എന്ന രീതിയിൽ തലയാട്ടി. ഞാനൊന്ന് കണ്ടോട്ടെ, എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ എന്ന് അവൻ കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട വേണ്ട ദത്ത, നീ നോക്കണം ദത്ത, ഞാൻ നോക്കും. ദത്തന് അവളിലേക്ക് ചേർന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കാൻ നിന്ന് ദത്തൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. നാശം, ആ ഫ്ലോ അങ്ങ് പോയി. ദത്തൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ചിരി വന്നു. അവൻ ഫോണിലേക്കും വർണ്ണയും മാറി മാറി നോക്കി. വർണ്ണ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് നെറ്റിയിലേക്ക് ഉമ്മവച്ചു. ശേഷം താഴേക്ക് ഇറങ്ങി അകത്തേക്ക് നടന്നു. ദത്തൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഓഫീസിൽ നിന്നുള്ള കോളായിരുന്നു. അവൻ വേഗം സംസാരിച്ച് അവസാനിപ്പിച്ചു. ഇനി ആരും വിളിച്ച് ശല്യം ചെയ്യാതിരിക്കാനായിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അവനകത്തേക്ക് വരുമ്പോൾ നടുമുറ്റത്തെ തിണ്ണയിലിരുന്ന് എന്തോ ആലോചിക്കുന്ന വർണ്ണയാണ് കണ്ടത്. ദത്തൻ അവളുടെ അരികിലായി വന്നിരുന്നു. എന്താ എൻ്റെ കുട്ടി ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് ദത്തൻ ചോദിച്ചു. ദത്ത, ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തുറന്നിട്ട കള്ളന്മാർ കയറിയില്ലേ? മാത്രമല്ല മഴ പെയ്യുമ്പോൾ വീടിൻ്റെ അകത്ത് വെള്ളം കയറിയില്ലേ? ഇവിടെ എന്തിനിങ്ങനെ കെട്ടിയിരിക്കണേ? ഇത് നടുമുറ്റാണ്. പണ്ടത്തെ വീടുകളൊക്കെ ഇങ്ങനെയായിരിക്കും. നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പോഴേ എനിക്കുള്ള സംശയം. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. ദത്തൻ അവളുടെ തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് നടുമുറ്റത്തേക്ക് നോക്കി കിടന്നു. ചെറുതായി മഴ പെയ്യുന്നുണ്ട്. പതിയെ പതിയെ മഴയുടെ ശക്തി കൂടി വരുന്നുണ്ട്. ദത്തൻ അവളുടെ മുടിയിൽ നിന്നും
എണീറ്റ് നടുമുറ്റത്തേക്ക് ഇറങ്ങി. ദത്ത, വേണ്ട, മഴ നനയും. നല്ല രസമല്ലേ മഴ നനയാൻ? അവൻ ചോദിച്ചു. എനിക്കിഷ്ടമല്ല, വെള്ളം എനിക്ക് അലർജിയാ, പിന്നെ തണുക്കും. മഴ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പെണ്ണ്? എനിക്കിഷ്ടമല്ല. കാർത്തികിൻ്റെ തമന്നയുടെ മഴയുള്ള പാട്ടില്ലേ, ആ ഡാൻസൊക്കെ ഉള്ളത്, എനിക്ക് മഴ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പാട്ട് പോലും വെക്കില്ല. അവൾ പറഞ്ഞു. ദത്തനൊന്ന് ചിരിച്ചു. എന്നാ എൻ്റെ കുട്ടി അവിടെ നിന്നോ? അത് പറഞ്ഞ ദത്തൻ ഇരു കൈകളും വിടർത്തി കണ്ണുകൾ അടച്ചു നിന്നു. പതിയെ മഴ അവനെ നനയ്ക്കാൻ തുടങ്ങി. അവൻ്റെ മുടിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളം അവനാകെ നനച്ചു. ദത്തൻ അപ്പോഴേക്കും കണ്ണുകൾ അടച്ചു നിൽക്കാണ്. വർണ്ണ പതിയെ ദത്തൻ്റെ അരികിലേക്ക് നടന്നു. അവൻ്റെ അടുത്തെത്തിയത് അവനെ ഇറുക്കെ പുണർന്നു. നിനക്ക് മഴ ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞ, പിന്നെന്തിനാ മഴയത്ത് ഇറങ്ങിയ? അകത്തേക്ക് പോക്കോ. എനിക്ക് മഴ ഇഷ്ടമല്ല, പക്ഷെ നീ ഇങ്ങനെ മഴയത്ത് നിൽക്കുമ്പോൾ കൂടെ നിൽക്കാനൊരു കൊതി. ഏയ്, അത് വേണ്ടായിരുന്നു. കാർത്തിക്കിൻ്റെ സിനിമയിൽ ആ മഴയുള്ള പാട്ട് പോലും ഇഷ്ടമില്ലാത്ത മാറ്റുന്ന ആളല്ലേ നീ. പിന്നെന്താ, ഞാൻ പോവാ. വർണ്ണ ദേഷ്യത്തിന് മുഖം തിരിച്ച് പോവാൻ നിന്നു. ദത്തൻ അവളെ പിന്നെ ഇറക്കി പുണർന്നു. അവളുടെ മുടി സൈഡിലേക്ക് മാറ്റി പെൺകഴുത്തിൽ അമർത്തി ഉമ്മച്ചു. നീ ഡിയർ കംറേഡിലെ മധുപോലെ പെയ്ത മഴയിൽ ആ സോങ്ങിൽ ഒരു സീൻ കണ്ടിട്ടുണ്ടോ? അവനത് പറഞ്ഞ് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. പതിയെ അവളുടെ അധരങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. മഴയുടെ തണുപ്പിലും അവൻ്റെ ചുംബനത്തിൽ അവൾ വിയർത്തു. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം ദത്തൻ അവളെ സ്വതന്ത്രയാക്കി. വർണ്ണ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചുകൊണ്ട് അങ്ങനെ നിന്നു. നല്ല രസമുണ്ടല്ലേ ദത്ത? എന്ത് രസം, മഴയാതോ? അവൻ വഷളത്തരത്തോടെ പറഞ്ഞു. കൂടാ. വർണ്ണ അവൻ്റെ നെഞ്ചിൽ പതിയെ തള്ളി. ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവർ ഇരുവരെയും മഴ നനയിച്ചു കൊണ്ടിരുന്നു. നിനക്ക് മഴ നല്ല ഇഷ്ടമാണല്ലേ ദത്ത? ഒപ്പം നനയാൻ അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മഴ ആർക്കും ഇഷ്ടമില്ലാത്ത പെണ്ണ്. അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി ദത്തൻ പറഞ്ഞു. വർണ്ണ ഒരു നിമിഷം അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ട് ഉയർത്തിയെടുത്ത് തിണ്ണയിലേക്ക് കടത്തി. ദത്തൻ്റെ കണ്ണിൽ അപ്പോൾ നിറഞ്ഞു നിന്ന പ്രണയം അവൾക്ക് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അവളെ നിലത്തേക്ക് കിടത്തി. ദത്തൻ അവൾക്ക് മുകളിൽ കൈകുത്തി നിന്നു. ശേഷം അവളിലേക്ക് പതിയെ അമർന്നു. ദത്തൻ്റെ മുഖം അവളുടെ മുഖത്തും കഴുത്തിലും മറ്റും അലഞ്ഞു നടന്ന് അവസാനം അവളുടെ അണിവയറിൽ വന്നു നിന്നു. അവളുടെ ഷർട്ട് അല്പം ഉയർത്തി അവളുടെ അണിവയറിലേക്ക് മുഖം ചേർത്ത് വർണ്ണൊന്നു ഉയർന്നു പൊങ്ങി. നോട്ട് ബാഡ്. അവളുടെ അരഞ്ഞാണത്തിൽ നോക്കി ദത്തൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളുടെ ഷർട്ട് ശരിയാക്കിയിട്ട് തറയിലേക്ക് മലർന്നു നടന്നു. പേടിച്ചു പോയോ? നമ്മുടെ ഫസ്റ്റ് ഡേ ഇപ്പം കഴിയുമെന്ന് കരുതിയോ? അവളുടെ പേടിച്ച മുഖം കണ്ട് ദത്തൻ ചോദിച്ചു. അവൾ അതേന്നും അല്ല എന്നും തലയാട്ടി. ഒരു നിമിഷത്തേക്ക് കൈവിട്ട് പോയിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞേനെ. പക്ഷേ എനിക്ക് നല്ല കൺട്രോളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. നീ എല്ലാ അർത്ഥത്തിലും എൻ്റെ പാതിയായ വേണ്ടേ. ഇവിടെ വെച്ചല്ല, നമ്മുടെ ജീവിതം തുടങ്ങിയില്ലേ അവിടെ വെച്ച്. ദത്തൻ പറഞ്ഞു. മനസ്സിലാവാതെ വർണ്ണ നെറ്റി തെളിച്ചു. അതൊക്കെ ഞാൻ അപ്പം പറയാം. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അതൊരു ഹെവി നൈറ്റ് ആയിരിക്കും. അതൊരു സ്പെഷ്യൽ സ്ഥലത്ത് വെച്ചായിരിക്കും. എൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ കോൺസെപ്റ്റ് പറ, നമുക്കതുപോലെ സെറ്റ് ചെയ്യാന്നേ. പറയട്ടെ. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്ന് പറയാൻ തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് പാല് വേണ്ട. ആദം ജോൺ സിനിമയിലെ പോലെ വൈൻ മതി. പിന്നെ ബെഡിൽ മുല്ലപ്പൂ വേണ്ട, അതെനിക്കിഷ്ടമല്ല. റോസാപ്പൂ മതി. പിന്നെ ആ റൂമിൽ നീല വെളിച്ചം വേണം. പാട്ട് വേണം. വൈനും റോസൊക്കെ ഓക്കെ, പക്ഷെ എന്തിനാ ഈ ലൈറ്റും പാട്ടും? നീ എന്താ കോളേജിൽ നിന്നും ബസ്സിൽ ടൂറ് പോവാണ്? പോടെ കളിയാക്കാതെ. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം നിനക്ക് കോൺസെപ്റ്റൊക്കെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു ഞാൻ ചോദിക്കുമ്പോൾ നീ നാണം കൊണ്ട് എണീറ്റ് പോകുന്ന. ദത്തൻ ചിരിയോടെ പറഞ്ഞു.
എന്തിനാ നാണം? ഞാൻ ഫസ്റ്റ് നൈറ്റ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എന്തെൻ്റെ കുട്ടി കണ്ടിട്ടുള്ളേ? സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് പാലുമായിട്ട് മുറിയിലേക്ക് വരുന്നു, രണ്ടുപേരും പാല് കൊടുക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, കിടന്നുറങ്ങണു. ബെസ്റ്റ്. എൻ്റെ കുട്ടി മഴ നനഞ്ഞതല്ലേ, പോയി ഡ്രസ്സ് മാറ്റ്, അല്ലെങ്കിൽ അന്നത്തെ പോലെ പനി വരും. ഞാൻ ആ കാര്യം മറന്നു. ദാത്തേനത് പറഞ്ഞതും പറഞ്ഞ് എണീറ്റ് റൂമിലേക്ക് നടന്നു. ദത്താ, ഞാൻ സിനിമയിൽ അത് മാത്രമല്ല കേട്ടോ കണ്ടിട്ടുള്ളേ, വേറെ ചിലത് എനിക്കറിയാം. അവൾ ചിരിയോടെ പറഞ്ഞ് അകത്തേക്ക് ഓടി. ആ ചിരി ദത്തൻ്റെ ചുണ്ടിലേക്കും പരന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞേ. പറ്റിച്ചേ, എല്ലാവരും ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു തെറ്റിദ്ധരിച്ചു അല്ലേ? പിന്നെ പറഞ്ഞെന്ന ചുമ്മാവാ. അപ്പോൾ ഇത് ഫസ്റ്റ് നൈറ്റ് ഉടൻ തന്നെ ഉണ്ടാവും, അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. റൊമാൻസ് എനിക്കധികം ഇഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങൾക്കും ഞാനത് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. അപ്പം നമ്മുടെ ചെറിയൊരു പാർട്ടാണ്, ഭയങ്കര ഡിസ്റ്റർബൻസ്, കാക്ക പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ട്, അത് കാരണം കേട്ടോ ഇന്ന് ചെറിയ പാർട്ട്, നാളെ വലിയ പാർട്ട് തരാം കേട്ടോ. ബൈ, താങ്ക് യു.